ചതിച്ചു. ആ പാറുമായി കൊടിയും വടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് സ്വൈര്യമായിട്ടിരിക്കുകയായിരുന്നു. ഒന്നാമത്തെ കാര്യം PR കൊടുത്ത് ജയിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇതാണ് പറയുന്നത്. എന്നെ വിശ്വസിക്കാൻ, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ ജയിക്കുന്നത് ഇഷ്ടമില്ല, അല്ലെങ്കിൽ വളർന്നു പോകുന്ന ഇഷ്ടമില്ല എന്നൊരു പൊതുവെ സംസാരമാണ്. ചേച്ചിക്ക് സത്യത്തിൽ അസൂയ മൂത്തിട്ടാണോ അത്? ചിരിക്കുകയാണോ കരയുകയാണോ? എനിക്ക് കേട്ടിട്ട് എങ്ങനെ ചിരിക്കാതിരിക്കോടാ? നിനക്കും അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എന്ത് കണ്ടിട്ടാണ്, എന്ത് ക്വാളിറ്റിയിലാണ് ഞാൻ അനുമോളുടെ അസൂയപ്പെടുന്നത്? എന്ത് കണ്ടിട്ടാടി ഈ അഹങ്കാരം? ഓരോ വീക്കെൻഡും ഓരോരുത്തരും എവിക്റ്റഡ് ആകേണ്ട ഒരു ഷോയാണ് ബിഗ് ബോസ്. അവിടെ എങ്ങനെയാണ് അസൂയ വരുന്നത്? ആണോ? മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഭയങ്കരം തന്നെ. ഫ്ലാഷ് ബാക്ക്. അതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും. കാരണം അത്രയും കച്ചറ പ്രവൃത്തികളാണ് ആദിലനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ആദിലൊരു തൊഴുത്തിൽ കുത്തിയാണ്. ആദിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളെയും ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരുത്തും. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഒരു ഭാവഭേദമില്ലാതെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നവളാണ് ആദില. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഒരു എത്തിക്സും ഇല്ലാതെ ഒരു ഡേർട്ടി ഗെയിമിന് പോലും എത്തിക്സ് വേണം. അതുപോലും ഇല്ലാത്ത ഒരു ഗെയിമേഴ്സ് രണ്ടാണ് ഗെയിം. സത്യം എനിക്ക് നല്ല പ്രതിഷേധമുണ്ട്. വേറും കാച്ചറ സ്വഭാവത്തിനുടമകളെ രണ്ടാണ്. ഇവരെയൊക്കെ എന്തിനാണ് ജനങ്ങളിനകത്ത് വളർത്തി വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുരയ്ക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത്? അതെനിക്കിഷ്ടമില്ല. ഈ ബിഗ് ബോസിന്റെ കപ്പ് എന്ന് പറഞ്ഞ പത്മശ്രീ പത്മഭൂഷൺ ഒന്നും അല്ല, അല്ല എങ്കിൽ പോലും കീർത്തിചക്രയല്ല. ഞാൻ അത്രയും ക്വാളിറ്റി അതിന് കൊടുക്കുന്നു. ആകെ അറിയാവുന്നത് നല്ല നാടൻ, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ പത്മശ്രീയും പത്മഭൂഷണും ഒന്നും അല്ലാന്ന്, പിന്നെ എന്തിനു ചേച്ചി പോയി ആ ഷോയിൽ? ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പോയത്, പഠിക്കാൻ പോയതല്ല, ആഗ്രഹിച്ചു പോയതല്ല. ഞാൻ എന്റെ നാത്തൂന്റെ നിർബന്ധപ്രകാരം മാത്രമാണോ ഞാൻ അതിന് അപ്ലൈ ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഫുൾ ടൈം കരച്ചിലും അഭിനയവും എക്സ്പ്രഷൻ ഇഷ്ടം നടക്കുന്ന ഒരു എക്സ്പ്രഷൻ ക്യൂ ആണ് അവർ. ഇതുവരെ മനസ്സിലായിട്ടില്ല അനുമോൾ അവിടെ അഭിനയിക്കുവാണോ, അനുമോൾ അവിടെ നടിക്കുവാണോ, അനുമോൾ റിയൽ പേഴ്സണാലിറ്റി എനിക്കൊന്നും അറിയാം. പേടിപ്പിച്ച് ജയിക്കാൻ ഒന്ന് ഒരസി നോക്കുകയാണല്ലേ. സ്ക്രാച്ച് ആൻഡ് വിൻ നടക്കില്ല. 100 ഡേയ്സും ഫേക്ക് കളിച്ച് അഭിനയിക്കാനുള്ള അവരുടെ വിൽ പവർ, അതിന് ചിലപ്പോൾ കൊടുത്ത കപ്പായിരിക്കും ഏഷ്യനെറ്റ് എന്ന് ഞാൻ പറയും. ഉളുപ്പുണ്ട കണക്ക് മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.